ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ ഫിലിം കണ്ടിരിക്കുകയാണ്. ഡയറക്റ്റഡ് ആൻഡ് റൈറ്റിംഗ് ബൈ ശ്രീരാജ് ശ്രീനിവാസൻ, അതേപോലെ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസ്ഡ് ബൈ അൻവർ റഷീദ്, ആൻഡ് വി ഹാവ് മ്യൂസിക് ബൈ എന്തിനായിരുന്നു വിഷ്ണു വിജയ്. ഗംഭീര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഗംഭീര സോങ്സും. അതായത് സോങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ കൂടെ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന സോങ്സ് ഒക്കെയാണ് അവർ പ്ലേസ് ചെയ്തേക്കുന്നത്. ബട്ട് മ്യൂസിക് വൈസ് ഇറ്റ് ഇസ് ടു ട്രിപ്പിൾ ഗുഡ്. അതേപോലെ ഞാൻ എന്തുകൊണ്ടാണ് ടെക്നിക്കൽ സൈഡ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് പറഞ്ഞാൽ, ടെക്നിക്കലി ഈ പടം ബ്രില്യൻ്റ് ആണ്. ബ്രില്യൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അന്യായം. ഷൈജു ഖാലിദാണ് സിനിമാറ്റോഗ്രാഫി കേട്ടോ. എൻ്റെ കാഴ്ചപ്പാടിൽ ഷൈജു ഖാലിദ് ഇസ് ദ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ ഫ്രം കേരള ആൻഡ് ഇന്ത്യ എന്ന് പറയേണ്ടി വരും. എന്തൊരു ഫ്രെയിംസ്, എന്തൊരു ഷോട്ട്, എന്തൊരു ലൈറ്റിങ്, എന്താണിത് ഒന്നും പറയാനില്ല. ഇതിലൊരു അവസാനമൊക്കെ ഒരു ഷോട്ട് ഉണ്ട്, ഒരു പുകയിലെ കൂടെയൊക്കെ ഷാഡോയും തീയും, പിന്നെ തുടക്കം ഒരു സീനുണ്ട്, ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്, അതിൻ്റെ ആ ഒരു മഴയുടെ ആംബിയൻസും ആ ഒരു മൂഡ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഒരു ഡോറിൻ്റെ ഇടയിൽ കൂടെ ഒരു മറ്റേ പോലീസുകാരന്മാരെ ലൈറ്റ് ഉണ്ടല്ലോ, അത് വരുന്നതൊക്കെ എന്താടാ അത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ചേസ് സീക്വൻസ് ഉണ്ട് കേട്ടോ ഈ സിനിമയിൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇതുപോലത്തെ ഒരു ബെസ്റ്റ് ചേസ് സീക്വൻസ് ഞാൻ ഒരു സിനിമയിലും കണ്ടില്ല. ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു ചേസ് സീക്വൻസ്. ഇറ്റ് വാസ് സൂപ്പർ, വെൽ എക്സിക്യൂട്ടഡ്. ആരൊക്കെയാണ് ആ ഒരു സീക്വൻസിൻ്റെ പുറകെ ഉള്ളത്, അവരെല്ലാത്തിനും ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. അതൊരു ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടുകൊണ്ട സാധനമുണ്ട്. ഞാൻ പറയുന്നില്ല, ഇറ്റ്സ് എ കിടിലം ചേസ് സീക്വൻസ്, ഒന്നും പറയാനില്ല. എഡിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷരീഫ് മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു പറഞ്ഞ ഗംഭീര സൗണ്ട് മിക്സിംഗ് ആയിരുന്നു. വിഷ്ണു ഗോവിന്ദാണ് റീ റെക്കോർഡിംഗ് മിക്സർ സൗണ്ട് ഡിസൈനർ എന്ന് എഴുതിയിരിക്കുന്നത്. വിഷ്ണു ഗോവിന്ദ് ഗംഭീരം, വട പൊളി മാൻ. ഇമാതിരി അതിലൊരു വയൽ പോലത്തെ ഒരു സ്ഥലമുണ്ട്, ഒരു വലിയ മറ്റേ പൊക്കമുള്ള എന്ത് കൃഷിയാണെന്ന് എനിക്കുണ്ട്, വലിയ മറ്റേ ഇലയുള്ള ഇതുണ്ടല്ലോ, അവിടെ കൂടെ ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ആ കാറ്റും അതിൻ്റെ സൗണ്ടും ആംബിയൻസ് സെറ്റ് ചെയ്യാനായിട്ട് വേറെ ലെവലാണ്. അതേപോലെ ഈ സിനിമയിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഒരു ഫസ്റ്റ് ഹാഫിൽ, കിടിലം. പിന്നെ വിഷ്വൽ ഇഫക്ട്സ് ചെയ്തിരിക്കുന്നതും ഗംഭീരം, CG വർക്ക് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. VFX കോമ്പോസിറ്ററിന് നമ്മുടെ IMDbയിൽ കൊടുത്തിരിക്കുന്ന ലിയോ ഡി ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ആകാശ് മനോജ്, പ്രജിൽ പ്രദീപ്, 3 പേർക്കുമാണ്. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഒരു മാജിക്കിൻ്റെ പരിപാടിയൊക്കെ വരുന്നുണ്ട്. ഗംഭീരം, അടിപൊളി, ടോപ്പ് നോച്ച് ടെക്നിക്കൽ പടം, ടോപ്പ് നോച്ച്. പക്ഷേ ഒരു സിനിമ എന്നുള്ള രീതി നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ ചുമ്മാ ടൈം പാസിന് കണ്ടിരിക്കാം. അതായത് എന്തൊക്കെയോ നടക്കുന്നു, ത്രില്ലർ, ഓക്കെ, ഒരു സൈഡിൽ ഒരു ഇത് നടക്കുന്നു, റിവഞ്ച് നടക്കുന്നു, ഇത് നടക്കുന്നു, ഓക്കെ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. തമാശയൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായിട്ടും ഇല്ല. കോമഡിയൊക്കെ ഭയങ്കര ഒരു ചറുകിയടിച്ച് വീണ കോമഡിയൊക്കെ ഉണ്ട്, അതൊക്കെ അതിന് വേണ്ടി ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ ഒരു സ്ലാബ് സ്റ്റിക്ക് കുറച്ചും കൂടെയൊക്കെ നമ്മൾ ഒരു പോയിന്റ് എത്തുമ്പം നമുക്ക് എവിടെയൊക്കെയോ ഇതെങ്ങോട്ടാണ് പോണത്, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ. പിന്നെ നമ്മൾ ക്യാരക്ടേഴ്സായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ ഒട്ടും പറ്റുന്നു. ബിക്കോസ് ഞാൻ മറ്റേ ഈ ഷാപ്പിൽ പോയത് വെള്ളമടിക്കുന്ന ടീമോ അങ്ങനെയൊന്നും അല്ല. പിന്നെ നമുക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര കുറവായിരുന്നു. ക്യാരക്ടറുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുന്ന ഒരു പരിപാടിയും ഭയങ്കര ഒരു വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, ഒരു ചുമ്മാ നമുക്കിങ്ങനെ ടൈം പാസ്സായിട്ട് ഒരു 1 ടൈം വാച്ച്, ഒരു ത്രില്ലർ, ഒരു ആക്ഷൻ. ഞാൻ പറഞ്ഞു ടെക്നിക്കൽ, ഈ സിനിമ തിയേറ്ററിൽ കാണാൻ മസ്റ്റാണ്. തിയേറ്ററിൽ തന്നെ ഈ പടം കാണണം. നിങ്ങൾ OTT കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫീല് കിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്കൊരു ഓക്കെ 1 ടൈം വാച്ചായിട്ടാണ് ഫീൽ ചെയ്തത്. സൗബിന് ആ പെർഫോമൻസ് ഒക്കെ പറയാനാണെങ്കിൽ ബേസിൽ വാസ് നൈസ്, സൗബിൻ വാസ് നൈസ്, ബാക്കിയുള്ളവരൊക്കെ നൈസ്. ഒരു വില്ലൻ ക്യാരക്ടർ ഒരു മച്ചാനുണ്ട്, ആ മച്ചാനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു ഇത് പറയുന്നത്, പുള്ളി ഒരു ഒറ്റക്കൊമ്പൻ സീനാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ മനസ്സിലാകുന്നുണ്ടോ, ഓക്കെ പുള്ളി ഒരു ഒറ്റക്കൊമ്പനാണെന്ന്. അങ്ങനെയൊക്കെ കൊള്ളാം. പെർഫോമൻസ് വൈസൊക്കെ എല്ലാവരും നൈസാണ്. ഐ ഡോണ്ട് നോ മാൻ, എനിക്ക് ഞാൻ പറയും ഒരു ഓക്കേഷ് ആയിട്ടുള്ള പടമായിട്ടാണ് തോന്നിയത്. എന്നാൽ ടെക്നിക്കലി അതിഗംഭീരമായിട്ട് ഫീൽ ചെയ്തു. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ടെക്നിക്കലി ബ്രില്യൻ. നമ്മൾ മലയാള സിനിമ ഇങ്ങനെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ വേറെ ലെവലായിക്കൊണ്ടിരിക്കുന്നതിൽ കേൾക്കണതിൽ വളരെ സന്തോഷമുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് അബൌട്ട് പ്രാവിൻകൂട് ഷാപ്പ്. ഒരു ത്രില്ലർ പടമാണ്. ഒരു ഭയങ്കര ത്രില്ലർ എന്ന് ഞാൻ പറയൂല. ഒരു എവിടെയൊക്കെ ഒരു പഞ്ച് ഫീൽ ചെയ്തില്ല. നമ്മൾ മറ്റേ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയൂലേ, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ മർഡർ ഇൻ ഓറിയൻ്റൽ എക്സ്പ്രസ്, നൈഫ്സ് ഔട്ട്, ആഗത്ത ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ഓഥറുണ്ട്, പുള്ളിക്കാരിയുടെ ബുക്സൊക്കെ വായിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ,
ക്ലോസ്ഡ് എൻവയൺമെൻറ്റിൽ ഒരു ഇത് നടക്കുന്നു, ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു, എന്നിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ഡിറ്റക്റ്റീവ് വന്ന് അങ്ങനത്തെ ഒരു സാധനമാണ്. അതിന് അവരേതായ രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് ട്വീക്കൊക്കെ ചെയ്ത് അങ്ങനെ ഒരു സാധനം സംഭവം അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളത് ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ആൻഡ് നിങ്ങൾ സിനിമ കണ്ടിട്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക. ആൻഡ് ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് എ തിയേറ്ററിക്കൽ ഗുഡ് വാച്ച് ബിക്കോസ് ഓഫ് ദ ടെക്നിക്കാലിറ്റി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രാവീൺ ഗോഡ് ഷാപ്പിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക ഗൈസ്. ഞാൻ ബൈ.